നടുക്കിയ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ ഇതുവരെ 8 മൃതദേഹം തിരിച്ചറിഞ്ഞു. ചികിത്സയിലുള്ള 13 പേരിൽ 5 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. 4 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. അപകട സമയത്ത് വെടിക്കെട്ടുപുരയിൽ 34 പേരുണ്ടായിരുന്നുവെന്നാണ് പോലീസ് നിഗമനം. കെടാവർ നായകളെ ഉപയോഗിച്ച് ഇന്ന് നടത്തിയ പരിശോധനയിൽ കൂടുതൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തി. അതേസമയം വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിഞ്ഞ പട്ടാമ്പി സ്വദേശി പ്രവീൺ അല്പസമയം മുൻപ് മരിച്ചു. കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇൻടാക്റ്റ് ആയിട്ടുള്ള ഡെഡ് ബോഡീസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 9 ആണ്. അതിൻ്റെ ഉള്ളിൽ 8 പേരെ ഐഡൻറ്റിഫൈ ചെയ്തു. ആ 8 പേരെ നമ്മൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഒരെണ്ണമാണ് അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ളത്. അതിന് DNA സാമ്പിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ മൊത്തം അഡ്മിറ്റഡ് ആയിരിക്കുന്നത് 11 പേര്. അതിൽ 5 പേരുടെ നിലയാണ് ഗുരുതരമായിട്ടുള്ളത്. അതിൽ 2 പേര് വെന്റിലേറ്ററിലാണ്. അതിലൊരാൾക്ക് റീസെൻ്റ് ആയിട്ടൊരു സർജറിയും കൂടി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എലൈറ്റ് ഹോസ്പിറ്റലിൽ 2 പേര് അഡ്മിറ്റഡ് ആണ്. ഡിസ്ചാർജ് ചെയ്ത് പോയിരിക്കുന്നത് 3 പേരായിരുന്നു. അതിലൊരു സാജൻ വീണ്ടും എലൈറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ തേടിയിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ സുരക്ഷിതമായിട്ട് എത്തിയിരിക്കുന്നതെന്ന് പറയുന്ന നമ്മുടെ കയ്യിലുള്ള കണക്ക് ഇപ്പോൾ 10 പേരുടെയാണ്. ഞങ്ങളുടെ ഇപ്പോഴത്തെ വരെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണ ഭാഗമായിട്ട് 34 പേര് അക്കൗണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 9 persons ഡെഡാണ്. 5 പേരിനെ ഐഡന്റിഫൈ ചെയ്തു. അവരൊക്കെ ഫാമിലി മെമ്പേഴ്സ് ഏൽപ്പിച്ചു. 2 പേര് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഇൻ ദ ഹോസ്പിറ്റൽ. ബാക്കി 2 പേരുടെ അവരുടെ ഐഡന്റിഫൈ ആയിട്ടില്ല. അവർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. 13 പേര് പോലും ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ACP ക്രൈം ബ്രാഞ്ച് തൃശ്ശൂർ സിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് പുറമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. വിൽ ബി ഗോയിങ് ഇൻ ടു ദ ഡീറ്റെയിൽസ് ഓഫ് ദി ഹൗ ദ ഇൻസിഡന്റ് happened and what type of steps we have to be taken there. സർവൈവേഴ്സ് ആയിട്ട് ഇത് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഇന്ററാക്ട് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് അതിലേക്ക് ഒരു അസസ്മെന്റ് വരാൻ പറ്റുന്നതാണ്. കെടാവർ ഡാക്സ് ഉപയോഗിച്ച് നമ്മൾ ബാക്കി ആരെങ്കിലും ഏതെങ്കിലും അവശേഷങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. വി വാണ്ട് ടു കംപ്ലീറ്റ് ദി ഇൻവെസ്റ്റിഗേഷൻ ഹിയർ ബൈ ടുഡേ ഈവനിംഗ്. എക്സ്പെക്ട് ടുമോറോ ആഫ്റ്റർനൂൺ. ഞങ്ങളുടെ പ്രതിനിധികൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. തിരച്ചിൽ നടക്കുന്ന പ്രദേശത്ത് അർജുൻ മട്ടന്നൂരും ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളുമായി സോണൽ കൃഷിയും ചേരുന്നുണ്ട്. ആദ്യം അർജുൻ മട്ടന്നൂരിലേക്കാണ്. അർജുൻ, കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെയും ഈ വെടിക്കെട്ടുപുരയിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ടായിരുന്നു. കാരണം തിരച്ചിൽ നടക്കുമ്പോൾ പോലും ഇനി നമുക്ക് എത്ര മനുഷ്യരെ കണ്ടെത്താനുണ്ട് എന്നുള്ളത് വലിയ ചോദ്യമായി അവശേഷിക്കുകയായിരുന്നു. ഏകദേശം ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുകയാണെന്ന് മനസ്സിലാക്കുന്നു. 34 പേരുണ്ടായിരുന്നു ആ അപകടം നടക്കുമ്പോൾ എന്നുള്ളതാണോ പോലീസിന്റെ ഏറ്റവും ഒടുവിലെ നിഗമനം? തിരച്ചിൽ ഇപ്പോൾ എന്തായി? റോഷ്നി, അങ്ങനെ തന്നെയാണ്. ആദ്യഘട്ടം മുതൽ പോലീസിനെയും മറ്റും കുഴക്കിയത് എത്ര പേർ ഈ സ്ഥലത്ത് അപകട സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു. അതിൽ ഏതാണ്ടൊരു കണക്ക് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. 34 പേരാണ് ഈ അപകടം നടക്കുമ്പോൾ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ ഏതാണ്ട് ഈ സമയത്താണ് ഈ മുണ്ടത്തിക്കോട് എന്ന് പറയുന്ന ഈ ഭാഗം പൂർണ്ണമായും കത്തിയെരിയുന്ന സ്ഫോടനങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതാണ്ട് 2:30 തുടങ്ങിയ സ്ഫോടനങ്ങൾ ഏതാണ്ട് രാത്രി 8 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ കാണുന്ന പ്രദേശത്ത് 6 വെടിക്കെട്ട് പുരകളാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. അടുത്ത ദിവസം നടക്കാൻ പോകുന്ന സാമ്പിൾ വെടിക്കെട്ടിന് വേണ്ടി തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന വെടിക്കെട്ട് സാമഗ്രികളാണ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇത്തരമൊരു ദുരന്തം ഉണ്ടായത്. ഇന്ന് രാവിലെ 7 മണി മുതൽ വീണ്ടും പരിശോധനകൾ പുനരാരംഭിച്ചിരുന്നു. അത് ഉച്ചയോടുകൂടി ഏതാണ്ട് അവസാനിച്ചു. അതായത് കൂടുതൽ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എന്ന തിരച്ചിലായിരുന്നു പ്രധാനമായും നടത്തിക്കൊണ്ടിരുന്നത്. ബോംബ് സ്ക്വാഡിൻ്റെയും മറ്റും സഹായത്തോടു കൂടി, കെടാവർ നായകളുടെ സഹായത്തോടു കൂടിയായിരുന്നു പോലീസും ഫയർഫോഴ്സും അടക്കമുള്ളവർ ചേർന്ന് ഇവിടെ വിശദമായ പരിശോധന നടത്തിയത്. അതിൽ നിരവധി സാമ്പിളുകൾ, നിരവധി മൃതദേഹ അവശിഷ്ടങ്ങളടക്കം കണ്ടെത്തുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, ഇത്തരത്തിൽ പൊട്ടാതെ കിടക്കുന്ന സ്ഫോടക വസ്തുക്കളും ഈ മേഖലയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അതെല്ലാം തന്നെ ഇപ്പോൾ നിർവീര്യമാക്കി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ശേഖരിച്ച അവശിഷ്ടങ്ങളൊക്കെ തന്നെ ഇപ്പോൾ DNA പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ ഫോറൻസിക് സംഘമാണ് ഈ മേഖലയിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ കൂടുതൽ സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഉയരുന്ന ചോദ്യം എങ്ങനെയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ്.